ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു തുടങ്ങി, അഥവാ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മലപ്പുറം ജില്ലയിലെ ലിസ്റ്റാണ് വന്നത്. അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതിയ കൂട്ടുകാർ, മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയ കൂട്ടുകാരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ 527/2024 കാറ്റഗറി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ മലപ്പുറം ജില്ലയാണ് കേട്ടോ, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ നമുക്ക് നോക്കാം കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ളവരുടെ നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ദ മെയിൻ ലിസ്റ്റിൽ 229 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം അതുപോലെ തന്നെ എത്രയാണ്, 237 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ 466 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം നോക്കി വെക്കുമോ, 229 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 68 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. കട്ട് ഓഫ് എത്രയാണ്, 68 മാർക്കാണ്. അപ്പോൾ 68 മാർക്കാണ് കട്ട് ഓഫ് കേട്ടോ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മലപ്പുറം ജില്ലയിലാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മലപ്പുറം ജില്ലയിലെ റിസൾട്ടിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, 68 മാർക്കാണ് കേട്ടോ. 68 മാർക്കാണ് കട്ട് ഓഫ് റേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്, 229 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 237 പേരും ടോട്ടൽ 466 പേരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 68 കട്ട് ഓഫ് എന്നൂടെ പറയാം, 68. അപ്പോൾ ഇനി പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയ ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ, നമ്മുടെ ടെലഗ്രാം ചാനലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ജില്ലകളിലെ റിസൾട്ടുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.